കായംകുളം എം.എസ്.എം കോളേജിൻ്റെ പിന്നിലെ ചരിത്രം നിങ്ങൾക്കറിയുമോ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളം എം.എസ്.എം കോളേജിൻ്റെ മുന്നിലാണ്. ഒരു കാലഘട്ടത്തിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ച സ്ഥാപനമാണ് കായംകുളം എം.എസ്.എം കോളേജ്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച മിനിമം 2 പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ക്യാമ്പസിൻ്റെ പടിയിറങ്ങി വർഷം എത്ര പിന്നിട്ടാലും ക്യാമ്പസിൻ്റെ ഓർമ്മകൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു മധുര സ്വപ്നമായി കാലം എത്ര കഴിഞ്ഞാലും നിലനിൽക്കും. രാഷ്ട്രീയ ഇടപെടലുകൾ, ക്യാമ്പസ് മുറികളിലെ തമാശകൾ, പലർക്കും ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുന്ന ആത്മസുഹൃത്തുക്കളെയും ജീവിത പങ്കാളിയെയും ലഭിച്ചത് ഇവിടെ നിന്നാണ്. എത്രയോ പേർക്ക് പ്രണയത്തിന്റെ ആദ്യാനുഭവങ്ങൾ സമ്മാനിച്ച ക്യാമ്പസാണിത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ആവേശവും മുദ്രാവാക്യങ്ങളും വാദപ്രതിവാദങ്ങളും ഇന്നും ഈ ക്യാമ്പസിൽ സജീവമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിനപ്പുറത്ത് പി.കെ. കുഞ്ഞിസാഹിബ് എന്ന ചരിത്ര പുരുഷന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് എം.എസ്.എം കലാലയം. കേരള ചരിത്രത്തിൽ മറക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്ത കുഞ്ഞിസാഹിബിന്റെ ചരിത്രം ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. കേരള ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ ഒരു മന്ത്രിസഭയെ പുറത്താക്കി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച രാഷ്ട്രീയ ചാണക്യൻ, സ്വാതന്ത്ര്യ സമര സേനാനി, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ഒരു ജനതയെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂറിലെ സർവകലാശാല വിദ്യാഭ്യാസം വിദൂര സ്വപ്നമായി കണ്ട ഒരു ജനതയ്ക്ക് ആവശ്യപ്പെട്ടവർക്കെല്ലാം സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മനോഹാരിതയും സമ്മാനിച്ച വ്യക്തി. പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള നീണ്ട വിദ്യാഭ്യാസ ശൃംഖലയുടെ സ്ഥാപിത നേതാവ്. മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് വിത്തുപാകിയ ദീർഘദർശിനി. രാഷ്ട്രീയത്തിൻ്റെ പേരിലോ വർണ്ണവിവേചനത്തിൻ്റെ പേരിലോ വേണ്ടത്ര പരിഗണന കൊടുക്കാതെ ചരിത്രം വിസ്മരിക്കുകയാണ്. ചരിത്ര വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന ഈ ചരിത്ര പുരുഷന്റെ സംഭാവനകൾ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 1906 കായംകുളത്തെ പുരാതന കുടുംബമായ പുത്തമ്പുരയ്ക്കൽ കുഞ്ഞ് അഹമ്മദ് കുഞ്ഞ് ഷേഖ് എന്ന അതിസമ്പന്നന്റെ മകനായിട്ടാണ് ജനനം. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസത്തിന് പോയ കാലം മുതൽ പൊതുപ്രവർത്തനത്തിൽ താല്പര്യനായി. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിന്റെ പങ്കാളിയായി. ക്ഷേത്രപ്രവേശന സമരത്തിന്റെയും വൈക്കം സമരത്തിന്റെയും ഭാഗമായി ജയിൽവാസം അനുഷ്ഠിച്ചു. സ്വരാജ്, കേരള ജനത, രാജാഭിമാനി തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തിരുവിതാംകൂർ കമ്മിറ്റിയുടെ സെക്രട്ടറി, തിരുക്കൊച്ചി പ്രസിഡന്റ്, പട്ടം നാണുപിള്ളയുടെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ PSPയിൽ അംഗമായി. 1955 പട്ടം നാണുപിള്ള മന്ത്രിസഭയിൽ അംഗമായി. ആരോഗ്യം, തൊഴിൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 62 പട്ടം നാണുപിള്ള ആന്ധ്ര ഗവർണറായി പോയപ്പോൾ അന്നത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കറിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചു. ആ മന്ത്രിസഭയിൽ കുഞ്ഞിസാഹിബ് ധനകാര്യ വകുപ്പ് മന്ത്രിയായി. 1967 ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കുഞ്ഞിസാഹിബ് സർക്കാരിൻ്റെ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നു. ആദ്യത്തെ ലോട്ടറി കാമധേനു. ഒരു ലോട്ടറിയുടെ വില 1 രൂപ, ഒന്നാം സമ്മാനം 50,000 രൂപ. അന്ന് മുതൽ ഇന്ന് വരെ ലക്ഷോപലക്ഷം ജനങ്ങൾ ആ ലോട്ടറിയെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ കുഞ്ഞിസാഹിബ് എന്ന മഹാനായ ഭരണാധികാരിയാണ് ഇവിടെ ഓർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ നട്ടെല്ലായി ഇന്നും പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അഥവാ KSFE എന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ ആശയം മുന്നോട്ട് വെച്ചതും അത് നടപ്പിലാക്കിയതും കുഞ്ഞിസാഹിബ് എന്ന ഭരണകർത്താവായിരുന്നു. സംസ്ഥാനത്തെ ജുമാ മസ്ജിദുകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റ് വഖഫ് ബോർഡിൻ്റെ ആദ്യത്തെ ചെയർമാനും കുഞ്ഞിസാഹിബായിരുന്നു. R. ശങ്കറിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ജൂനിയർ കോളേജ് അഥവാ പ്രീ ഡിഗ്രി കോളേജുകൾ ആരംഭിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന വലിയ കോളേജുകൾക്കൊപ്പം പ്രീ ഡിഗ്രിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കോളേജുകൾ ആരംഭിച്ചു. ആവശ്യപ്പെട്ട സംഘടനകൾക്കും സമുദായങ്ങൾക്കും എല്ലാം കോളേജ് അനുവദിച്ചു. മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ കുഞ്ഞിസാഹിബ് ഒരു പ്രീ ഡിഗ്രി കോളേജ് ആവശ്യപ്പെട്ടു. എന്നാൽ മുസ്ലിം സമുദായത്തിന് അനുവദിക്കപ്പെട്ട കോട്ട മലബാറിലെ MESന് കൊടുത്തു കഴിഞ്ഞിരുന്നു. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി മധ്യ തിരുവിതാംകൂറിൽ മുസ്ലിം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ഒരു പ്രീ ഡിഗ്രി കോളേജ് കുഞ്ഞിസാഹിബ് നേടിയെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ കായംകുളത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു കോളേജ് സ്ഥാപിതമാകാൻ പോകുന്നു. കോളേജിൻ്റെ പേര് നൽകുവാൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരാണ് ആദ്യം കുഞ്ഞിസാഹിബ് നിശ്ചയിച്ചത്.
എന്നാൽ അതൊരു മതനിന്ദയായിട്ട് പിൽക്കാലത്ത് ചരിത്രം വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രവാചകൻ്റെ ജന്മദിനമാണ് കോളേജിന് നൽകിയത്. അതാണ് മിലാദി ഷെരീഫ് മെമ്മോറിയൽ അഥവാ MSM കോളേജ് എന്ന് പറയുന്നത്. ഇസ്ലാമിക മൂല്യങ്ങളോട് നീതി പുലർത്തിയ കുഞ്ഞി സാഹിബ് ഒരു വലിയ ജനാധിപത്യവാദിയും മതേതര നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തന്ന ഒരു മാതൃകാ പുരുഷൻ തന്നെയായിരുന്നു. മുസ്ലിം സമുദായത്തിന് മാത്രം അനുവദിക്കപ്പെട്ട കോളേജ് ആയതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനും അധ്യാപകരെ നിയമിക്കുവാനും പൂർണ്ണമായ അധികാരമുണ്ടായിട്ടും കുഞ്ഞി സാഹിബ് ഈ കോളേജിൽ സർവ്വ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ അവസരമൊരുക്കി. ഈ കോളേജിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കുന്നത് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ കോളേജിനായിട്ട് ആദ്യം 3 അധ്യാപകരെ അനുവദിച്ചു. അതിൽ ഒരാളെ കുഞ്ഞി സാഹിബ് നിയമിച്ചത് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. മറ്റ് 2 പേരെയും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട വ്യക്തികളെയാണ് കുഞ്ഞി സാഹിബ് നിയമിച്ചത്. ഇതെല്ലാം കുഞ്ഞി സാഹിബിൻ്റെ മതേതര നിലപാടുകളാണ് വ്യക്തമാക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ നിന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കുഞ്ഞി സാഹിബ് സ്ത്രീകളെ അധ്യാപക വൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഒരു അവസരം കൊണ്ടുവന്നപ്പോൾ കുഞ്ഞി സാഹിബ് ആദ്യം കൊടുത്തത് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീക്കായിരുന്നു. കുഞ്ഞി സാഹിബിൻ്റെ പേരിൽ ലഭിച്ച കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദ്യാസമ്പന്നരായ കുഞ്ഞി സാഹിബിൻ്റെയോ മക്കളുടെയോ പേരിലല്ല. പകരം കാലഘട്ടത്തിൻ്റെ ഒരു സാഹചര്യം കൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാത്ത തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ജമീല കുഞ്ഞിൻ്റെ പേരിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തത്. കുഞ്ഞി സാഹിബിൻ്റെ ദീർഘവീക്ഷണമാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയില്ല എങ്കിൽ തന്നെയും വിദ്യാഭ്യാസത്തെ ബഹുമാനിക്കുകയും അക്ഷരങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ജമീല കുഞ്ഞിന് ഇതിലും വലിയൊരു സമ്മാനം കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെ MSM കോളേജിൽ നടന്നിരിക്കുന്ന എല്ലാ നിയമനങ്ങളിലും ഒപ്പുവെച്ചിരിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ പോയ ജമീല കുഞ്ഞ് എന്ന വനിതയാണ്. ലോകത്തെ ഏത് വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം എടുത്തു വെച്ച് പരിശോധിച്ചാലും അസാധാരണമായ ഇത്തരമൊരു തീരുമാനം നമുക്ക് കാണാൻ കഴിയത്തില്ല. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും കുഞ്ഞി സാഹിബിനുള്ളതാണ്. 1979 74-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും പള്ളിക്കാട്ടിലല്ല. MSM കോളേജ് എന്ന തൻ്റെ സ്വപ്ന പദ്ധതിയിൽ ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഉൾക്കണ്ണ് തുറപ്പിച്ച MSM കോളേജിൻ്റെ അങ്കണത്തിൽ അതിമനോഹരമായി സ്ഥാപിച്ചിരിക്കുന്ന ഖബർസ്ഥാനിയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ അടക്കം ചെയ്തിരിക്കുന്നത്. എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും കുഞ്ഞി സാഹിബിൻ്റെ ചരിത്രം മണ്ണും മനുഷ്യനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കും.